ഇവിടെ ഇരിക്കണോ അതോ എവിടെയെങ്കിലും ഇറങ്ങി പോകണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. എന്ത് പറ്റിയടാ? എന്താ പ്രശ്നം? ഉള്ളത് പറഞ്ഞാൽ മാമി വിശ്വസിക്കൂല. ഈ ദീനുവിൻ്റെ അടുത്ത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്നെ കൊല്ലാൻ വേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ പിള്ളേരും അതുപോലെ തന്നെ. മാമിക്ക് അറിയാല്ലേ, ഞാൻ ചുമ്മാ ഓരോന്ന് പറയണമെന്നില്ലാതെ എൻ്റെ മനസ്സിലൊന്നുമില്ല, വെള്ളയാണ്. എനിക്കിപ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ എന്താ പ്രശ്നമൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ എന്നും പ്രശ്നം തന്നെ ആമി, വിഷയവും പ്രശ്നമൊക്കെ തന്നെ ഇവിടെ. എന്താ പ്രശ്നം? എന്താ അല്ല, അവൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോന്ന് എനിക്കറിയത്തില്ല. ഇത് ഞങ്ങളെ കുറ്റം പറയായിരിക്കും. എൻ്റെ ആര് കുറ്റം പറഞ്ഞത്? നീയാണ്, നിന്റെ സ്വഭാവം അടിയാത്. ഞാൻ ഇല്ലാത്തപ്പോൾ എല്ലാം കൂടെ വളഞ്ഞിട്ട് പറഞ്ഞു ഇഷ്ടം പറഞ്ഞത് എന്നെ പറ്റി. അയ്യാ ദാണ്ടാ പാറ് പറഞ്ഞു ചോദിച്ചോക്ക്. ഇല്ല ഞാൻ ചോദിക്കാം. മകളിച്ച് വാ, മകളെ ഇനി വാ വച്ചു. അച്ഛൻ ഇവിടെ ഇല്ലാത്തപ്പോൾ അമ്മയും എല്ലാവരും കൂടെ ചാച്ചിയും എല്ലാവരും കൂടെ വളഞ്ഞിരുന്ന് അച്ഛൻ കുറ്റം പറയില്ലേ? കേട്ടോക്ക് കുറ്റം പറയില്ലേ? അമ്മൂടെ പറയാം കുറ്റം പറയുന്നു. പറയടി കുറ്റം പറയുന്നു. നീ ഒന്ന് തറയുന്നില്ല ബാലു. എടി, എന്തോ പ്രശ്നം? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ പറഞ്ഞു തീർക്ക്. ഞാനേ അച്ഛൻ എന്ത് ചെയ്യുന്നു നോക്കിയിട്ട് വരട്ടെ. ചെല്ലേ കുട്ടപ്പിള്ള കളഞ്ഞു പോയാ നോക്കാൻ പോണം. അച്ഛാ, പൈസയുടെ കാര്യമൊന്നും ഞാൻ പറയട്ടെ അമ്മയുടെ അടുത്ത്. എനിക്ക് പിന്നെ ഇന്ന് കുഴിവെള്ളത്തൊക്കെ പോവാം, ഞാൻ കൊണ്ടാക്കാതെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് മാസം മാസം ശമ്പളം കിട്ടുന്നുണ്ട്, കിമ്പളം കിട്ടുന്നുണ്ട്, എന്നിട്ട് നിങ്ങളെ കയ്യിലൊന്നുമില്ലേ? ഒരു നീക്കിരിപ്പില്ലേ ഇതുവരെ? അച്ഛന് മാസം 10-20,000 ശമ്പളം കിട്ടില്ല അച്ഛാ. അത് മാത്രമല്ല, പിന്നെ എഞ്ചിനീയറിംഗ് സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോഴത്തേക്കും കമ്മീഷൻ വേറെ. എന്തോന്ന് വെച്ചു പറഞ്ഞത്? കമ്മീഷന് ശമ്പളവും കിമ്പളമൊക്കെ ഞാൻ അത്ര കാരണമൊന്നുമില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞതേ നാട്ടുകാരും കേട്ടാണ്ട എൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഇനി വലിയൊരു മനുഷ്യനോട് ഞാൻ ജോലി ചെയ്യുന്നത്. ആ ഒരു ബഹുമാനം എനിക്കുണ്ട്, ആ ഒരു വില എനിക്കുണ്ട്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം. എൻ്റെ അച്ഛനെ നമ്മൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കാണുന്നത്. ഉടനെ കള്ളം പറയാണ്ടല്ലോ, അടിച്ച് നൂത്തളാം ഞാൻ. എഞ്ചിനീയർ സാറ് ബാക്കിയുള്ള സ്റ്റാഫുകൾ പറഞ്ഞതെന്നറിയാമോ? എൻ്റെ കയ്യിൽ 1 കോടി തന്ന ബാക്കി 1 രൂപ മിച്ചം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചുകൊണ്ട് കൊടുക്കുന്നു. അങ്ങനെയൊന്നും ആയിരിക്കില്ല പറഞ്ഞിട്ടുള്ളത്. 1 കോടി കൊടുത്തു വിട്ടാലും അത് ചെലവായാലും ഇല്ലെങ്കിലും ബാക്കി 1 രൂപ കൊണ്ട് വരുമെന്നായിരിക്കും. ഏജ് പാടിയോ നിനക്കെന്നറിയാം. എടി എൻ്റെ രീതികൾ കണ്ടിട്ട് വലിയ വലിയ മാന്യന്മാർ പോലും കൈയടിച്ചിട്ടുണ്ട്, അറിയാം. എഞ്ചിനീയർ അളിയൻ പറയണമെന്നറിയാമോ? ഇത്രയും നല്ല സൂപ്പർവൈസർ എഞ്ചിനീയർ കിട്ടിയ എഞ്ചിനീയർ ബാക്കി വേണം. അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? എഞ്ചിനീയർ അളിയൻ എഞ്ചിനീയർ എടുത്ത് പറഞ്ഞു, എഞ്ചിനീയർ പഠിക്കാനെടുത്ത് പറഞ്ഞു, പഠിക്കാൻ വഴി ഞാൻ അറിഞ്ഞു. അതേതോ ജോലിക്കാരൻ നിങ്ങളെ പറ്റി പൊക്കി അടിച്ചിട്ട് സോപ്പിടാൻ നോക്കിയായിരിക്കുള്ളൂ. എന്നെ പൊക്കി അടിച്ചത് ആരെങ്കിലും എന്നെ പൊക്കി സംസാരിക്കാൻ ഇഷ്ടമില്ല, അസൂയ. അച്ഛാ, എഞ്ചിനീയർ അച്ഛന് പൈസ തരണ്ടെങ്കിൽ അച്ഛൻ അയാളുടെ അടുത്ത് ചോദിച്ചൂടെ? അയാളെന്നല്ല ചോയ്, അല്ല അദ്ദേഹത്തിന്റെ അടുത്ത് അച്ഛന് ചോദിച്ചൂടെ? അത് നീ പറഞ്ഞിട്ട് വേണോ എനിക്കറിയാൻ? എടി അയാൾ എന്റെ അയാളാ? എടി എഞ്ചിനീയർ സാറ് ഇതൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങോട്ട് പറഞ്ഞു, എൻ്റെ കണക്കുകൾ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തന്നെ. അല്ല പിന്നെ ഞാൻ എപ്പോഴെപ്പോഴും അയാളുടെ അടുത്ത് എഞ്ചിനീയർ സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റുമോ? ഇതിപ്പോ എഞ്ചിനീയർ ഇങ്ങോട്ട് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല, എഞ്ചിനീയർക്ക് ഇങ്ങേര് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. മൊത്തം പറ്റായിരിക്കും അവിടെ. ശമ്പളം മുൻകൂർ വാങ്ങിയിട്ടുണ്ടാവും. നിന്റെ പൈസ വേണ്ടേ പോടി. അതാ പറഞ്ഞു കളഞ്ഞ സാധനം കിട്ടിയ എന്തോ അടി കളഞ്ഞു പോയേ? ഒന്നുമില്ല. അപ്പൂപ്പനോ? അതെ അമ്മ, നേരത്തെ അമ്മ അങ്ങോട്ട് പോയില്ലേ? പോയപ്പോ പറയണേ, അമ്മ പറഞ്ഞില്ലേ അച്ഛനെ നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്നോട് ചോദിക്കാൻ നിന്റെ അച്ഛനെ തന്നെ കളഞ്ഞു പോയാന്ന് നോക്കിയെടുക്കാൻ. അവൻ അതും പറയാൻ അപ്പുറവും പറയും. അതേ, ഇവിടെ ചർച്ച ഇതുവരെ കഴിഞ്ഞില്ലയോ? അടപ്പായിരിക്കുന്ന സാധനം കരിഞ്ഞു പോന്നു. ചുമ്മാ സംസാരിച്ചോടിക്കും മാമി. നീലു, നീ അങ്ങോട്ടല്ലേ? എന്തോന്ന് കരയാ, മൊത്തത്തിൽ കരഞ്ഞു കിടക്കാനല്ല. നിന്നോട് ഇനി എന്തോ പ്രത്യേകിച്ച് പറയണോ? നീയും പോ അങ്ങോട്ട് അടുക്കളയിലോട്ടാ. അങ്ങനെ ഞാൻ പറഞ്ഞോ? നിനക്ക് ഇഷ്ടമുള്ള അടുത്തോട്ട് പോ. ഞാൻ പോവാ. കുഴിവെള്ളത്തോടി മിക്കവാറും ഞാൻ പോവും. നീ വരും കേട്ടാ. ഞാൻ വരില്ല. നീലുവേ, നീ എന്തിനാ എപ്പോഴും അവനെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? അവനിപ്പോൾ ഒന്ന് ഒതുങ്ങി വരുക. പഴയതുപോലെ ദേഷ്യവും വെപ്രാളവും ഒന്നുമില്ല. തന്നെയല്ല, അവനിപ്പോൾ ഒരു ജോലിയുണ്ട്. നീ എപ്പോഴും ഇങ്ങനെ ഈ ചാടിക്കടിക്കുന്ന സ്വഭാവം അങ്ങ് നിർത്തണം കേട്ടോ. ആര് ചാടിക്കടിച്ച്? അമ്മ ഉണ്ടാ ചാടിക്കടിക്കണത്? നീ ഇപ്പൊ ചാടിക്കടിച്ചതോ? അമ്മ കാര്യം അറിയാതെ ഓരോന്ന് പറയാതെ ചുമ്മാ നിക്കമ്മ. അമ്മയ്ക്ക് കാര്യമൊന്നും അറിഞ്ഞൂടാ, നിനക്ക് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ നിന്റെ ഇഷ്ടത്തിന് കാര്യങ്ങളെല്ലാം നടന്നു പോയത്. ഇനി അമ്മ പഴയ കാര്യങ്ങൾ വരെ ഓരോന്ന് എടുത്തിട്ട് കുത്തി പറയും. അത് ഞാൻ പറയും, ചാവുന്ന വരെ പറയും. അങ്ങനെ പറയുന്നത് കൊണ്ടാണല്ലോ നീയൊക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്. പിന്നെ മക്കൾ 5 ആണ്, അതിലൊന്നേ പറക്കം മുറ്റിട്ടില്ല. അത് നിനക്ക് ഓർമ്മ വേണം. ആരാ അമ്മൂമ്മ പറക്കാൻ പറ്റാത്തത്? പാറുവാണോ? പിന്നല്ലാതെ. അവള് അടിപൊളിയായിട്ട് പറക്കും. ചില സമയത്തുണ്ടല്ല കഴുകിന് മുകളിലായിട്ട് അവള് പറക്കും. കൊച്ചിനെ പറ്റി നല്ല കാര്യം പറഞ്ഞ് കറക്റ്റ് സമയത്ത് അവള് വന്ന കണ്ട. പിന്നെ എന്നെ പറ്റി ചേച്ചിയല്ലേ നല്ല പറഞ്ഞു. എന്തടി, ഞാൻ നിന്നെ പറ്റി നല്ലൊന്നും പറയാറില്ല ഇവിടെ. അമ്മൂമ്മ സത്യം പറ, ചേച്ചി എന്താന്ന് പറഞ്ഞത്? അമ്മൂമ്മ സത്യം പറയാനോ? മിണ്ടാരി വെച്ചവിടെ എല്ലാത്തിനും നാക്ക് വെച്ചു പോയി. നീലുവേ, നീ ഇതൊന്നും കാണുന്നില്ലോടി? ഞാനെല്ലാം കാണുന്നുണ്ട്. മരുമോന് ദേഷ്യം വരുമ്പോഴേ ഓരോന്നും വിളിച്ച് പറയുന്നതാ ഇത് നിങ്ങൾ കേട്ട് പറയുന്നത്. ആ വിഷ്ണു ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഭയങ്കര നാക്കാണ്.
ഇത്തിരിയെങ്കിലും പറഞ്ഞാൽ കേൾക്കണതേ ആ ഒരുത്തൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം കണക്കാ. ആ ഒരുത്തം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കണക്കാ. ശരിയാണ്, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും കണക്കിൽ പെടൂലല്ലോ. എല്ലാം മൂത്ത ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മൂമ്മ ചേട്ടനുണ്ടല്ലോ, ഈ അമ്മയുടെ മുമ്പിൽ മാത്രമാണ് ഇത്ര ഡീസന്റ്. ചില സമയത്ത് കേശുവും ചേട്ടനും കൂടെ വഴക്കൂട്ടുണ്ടല്ലോ, നമ്മൾ പേടിച്ചു പോവും. അമ്മ ലോക്കൽ സംസാരമൊക്കെ സംസാരിക്കണേ. ഡേ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങിയത് എപ്പോഴാ? ഇവളൊക്കെ തലയെടുത്തതിന് ശേഷം അവൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണത് ഇവളൊക്കെ നാക്ക് കാരണമാണ്. പിന്നെ പിള്ളേരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലും ബാലു അപ്പം പറയും പിള്ളേരായ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കണം, തീരെ അങ്ങോട്ട് മൊണ്ണങ്ങളായി പോകരുതെന്ന്. അവനതൊക്കെ പറയും. നീയാണ് ശ്രദ്ധിക്കാനുള്ളത്. നീയേ എന്തിനും ഏതിനും അവനെ കുറ്റം പറയുന്നതാണ് അവന് പിടിക്കാത്തത്. അമ്മ കറങ്ങി തിരിഞ്ഞ് കുറ്റം മുഴുവൻ എന്റെ തലയെ കൊണ്ട് വെക്കുകയാണല്ലോ. എന്തോന്നിത്? എനിക്കിതാണ് മനസ്സിലാവാത്തത്. അതിന് കാരണമുണ്ട്. നീയേ നേരത്തെ പിള്ളേരുടെ അടുത്ത് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു, ഇപ്പൊ അഴിച്ചങ്ങ് വിട്ടിരിക്കുമല്ലയോ. അതിന്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മ പഴയതുപോലെ അല്ല, ഇതുങ്ങളൊക്കെ വലുതായി. ഓരോന്ന് പറയുന്ന ഒരു പരിധിയൊക്കെ ഇല്ലേ? ഇന്ന് തന്നെ ബാലുമായിട്ട് സംസാരം ഉണ്ടാവാനും കാരണമുണ്ട്. അതൊന്നും പറയണില്ല. എന്ത് പറയാ നിർത്തിയെന്ത്? ഞാൻ പറഞ്ഞോണ്ട് നിർത്തിയാ പറയണേ. എടാ നീ എന്തിനാ ഈ കൂടെ കൂടി ഇങ്ങോട്ട് വന്ന് കയറുന്നത്? നീ ഇവിടെ വന്ന് കയറുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അയ്യോ മാമി, ഞാൻ വെള്ളം കുടിക്കാൻ വന്നത്. ഞാൻ എപ്പം വെള്ളം കുടിക്കാൻ വന്നാലും എന്നെ പറ്റി അപരാധം കേൾക്കാനാണ് എന്റെ വിധി. അച്ഛാ കൂടുതൽ നമ്പർ ഇറക്കരുതിട്ടാ. അച്ഛൻ വെള്ളം കുടിക്കാനല്ല ഇവിടോട്ട് വന്നേ, നമുക്ക് നന്നായിട്ട് അറിയാം. എടാ ബാലു, നീ വെള്ളം കുടിച്ചിട്ട് പോവാൻ നോക്ക്. നീ കുറെ വെള്ളം കുടിക്കട്ടെ വരും. നീലുവേ, നിനക്കെന്താടി? എന്നെ മാമി ഒരു നിമിഷം പോലും ഇവളെ കുറ്റം പറയാതിരിക്കൂല. എന്റെ വിധി കെട്ടി വെച്ചു.